എൻ്റെ ഒരു കൃഷ്ണുണ്ണി. ഞാൻ 2017 ബ്രില്യൻ്റിൽ റിപ്പീറ്റ് ചെയ്ത് 2017 തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ പാസ് ഔട്ടായിട്ട് നീറ്റ് PG പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീറ്റ് UG വരുന്ന സമയമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻസ്ഡ് ആയിരിക്കും, നല്ല ബുദ്ധിമുട്ടുണ്ടാവും, കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയത്തിലൊക്കെ ആയിരിക്കും. കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഏതും ഒരു ഡ്രീം കില്ലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിൽ കയറാനാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് കോൺഫിഡൻ്റ് ആവുക. നിങ്ങളൊരു വർഷമായിട്ട് ഇതിനു വേണ്ടി പഠിക്കുകയാണ്. ഓബ്വിയസ്ലി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ പേടിയും ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ചില്ലായിട്ട് പോയിട്ട് എക്സാം എഴുതാം. എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് ഇതൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം അപ്രോച്ച് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് കുറേ ഡൗട്ട് വരും. അയ്യോ ഇത് ഞാൻ ആൻസർ ചെയ്താൽ തെറ്റായി പോവുമോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നൊരു സാധനമാണ് സെൽഫ് ഡൗട്ട്, കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എക്സാം അപ്രോച്ച് ചെയ്യുക, നിങ്ങൾക്ക് നീറ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ എക്സാം അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു അപ്രോച്ച് നിങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അതായത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് പോയിട്ട് എക്സാം എഴുതി മാർക്ക് വാങ്ങി തിരിച്ചു വരാണ്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫുൾ മോഡൽ, അതായത് മൊത്തം നീറ്റിൻ്റെ പാറ്റേണുള്ള ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസേഴ്സ് എടുക്കുക, അതിൻ്റെ കീ എടുക്കുക, എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. അത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റുകൾ പറ്റിയിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് തെറ്റ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് തെറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കെയർലെസ് ആയിട്ട് മിസ്റ്റേക്സ് വരാം. ഇപ്പോൾ ഒരു ആൻസർ മാർക്ക് ചെയ്തത് OMRൽ മാറ്റി ഡാർക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണോ, അതോ നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയാത്തത് കൊണ്ടാണോ, അത് നിങ്ങൾ കാൽക്കുലേഷൻസിൽ വന്ന മിസ്റ്റേക്കുകളാണോ, അങ്ങനത്തെ നിങ്ങൾ മൊത്തം അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിലെ ഇന്ന പർട്ടിക്കുലർ കാര്യം അറിയില്ല, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഞാനിത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എനിക്ക് തെറ്റുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ വീക്കർ സൈഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ കോൺസ്റ്റൻറ്റ് കറക്ഷൻ വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കൂട്ടാൻ പറ്റുള്ളൂ. വെറുതെ കുറേ എക്സാം എഴുതുന്നതിന് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഇവിടെ ബ്രില്യൻ്റ് ടീച്ചേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഒരുപാട് പേരുണ്ട്. അവരോട് ചോദിക്കുക, മിസ് എനിക്ക് ഇങ്ങനെ പ്രശ്നമാണുള്ളത്, അതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങൾ നന്നായിട്ട് ഗൈഡ് തരും. ഇപ്പോൾ ഞാനിങ്ങനെ ലോസ്റ്റ് ആയിട്ട് ഒരാൾ ബ്രില്യൻ്റ് വന്നിട്ട് എന്നെ കുറേ പേര് ഇത് ഗൈഡ് ചെയ്തിട്ട് എന്നെ ഒരു ട്രാക്കിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അവർ നിങ്ങൾ ഗൈഡ് തരും. നിങ്ങളെ പറഞ്ഞിട്ട് ഈ ടെൻഷനൊക്കെ ഒഴിവാക്കി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നല്ലോണം നോക്കി അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നീറ്റ് പോയി എഴുതിക്കോ, നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.